UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഖജനാവ് കാലിയാണേ എന്ന പ്രചരണം നടത്തിക്കൊണ്ടിരിക്കെ ഇരുട്ടടിയായിട്ട് ദേ ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നിട്ടുണ്ട്. അതും ട്രഷറിയിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എത്ര രൂപ ക്യാഷ് ബാലൻസ് ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് വിവരാവകാശ രേഖ കൊടുത്തപ്പോൾ അതിന്റെ അടിയാധാരം പുറത്തു വന്നത് നാട്ടുകാരൊന്ന് കേൾക്കൂ. എന്നിട്ട് ഇപ്പോ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകടനങ്ങളെല്ലാം ആര് ഖജനാവിലേക്ക് കരുതി വെച്ച പണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ക്യാഷ് ബാലൻസായി ട്രഷറിയിലുള്ളത് 5429 കോടി രൂപ. ട്രഷറിയിലുള്ള പണത്തിന്റെ കണക്ക് തെളിയിക്കുന്ന വിവരാവകാശ രേഖയുടെ പകർപ്പ് റിപ്പോർട്ടുണ്ട്. ഈ മാസം 1-ാം തീയതി വരെയുള്ള കണക്കാണിത്. സർക്കാർ ധവളപത്രം പുറത്തിറക്കാനിരിക്കെയാണ് കണക്ക് പുറത്തുവരുന്നത്. ഹരിമോഹൻ, ഇത് തന്നെയാണ് ധനമന്ത്രി പറഞ്ഞത്. ആദ്യം 4000 എന്ന് പറഞ്ഞു, പിന്നീട് 6000 കോടി എന്ന് പറഞ്ഞു. കൃത്യമായ കണക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച ചോദ്യത്തിനുള്ള മറുപടിയായി പറയുന്നു 5429 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ക്യാഷ് ബാലൻസ് ആയിട്ട് തന്നെയുണ്ട്. ധവളപത്രം പുറത്തു വരുന്നതിന് മുമ്പ് പുറത്തു വന്ന പ്രധാനപ്പെട്ട കണക്കാണ്. ഇത് നിഷേധിക്കാൻ ഇനി ധവളപത്രത്തിന് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പൂക്കി ഷോകളെല്ലാം നടക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടിന്റെയും സാമ്പത്തിക മാനേജ്മെന്റിന്റെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. ധൂർത്തെന്നായിരുന്നു പ്രചരണം. ആ ധൂർത്തടിച്ചു എന്ന് പറയുന്ന ഖജനാവിൽ അടുത്ത സർക്കാർ വരുമ്പോൾ 5450 കോടി രൂപ മിച്ചമുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഇവർ നടത്തിയിരുന്ന വ്യാജ പ്രചരണങ്ങളെന്ന് ആലോചിച്ചു നോക്കിയേ. അധികാരത്തിലേക്ക് വരാൻ ജനത്തിന് കാര്യങ്ങളെക്കുറിച്ച് അറിവില്ല, അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. ഇവർ ചിന്താശേഷി ഇല്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. അവരുടെ മുന്നിൽ നമ്മൾ നുണകൾ വിദഗ്ധമായിട്ട് പറഞ്ഞു പ്രതിഫലിപ്പിച്ചാൽ ഈസി ആയിട്ട് പൊതുജനത്തിനെ മൊത്തം നമുക്ക് കഴുതകളാക്കാമെന്നുള്ള കൃത്യമായിട്ടുള്ള തന്ത്രം പ്രയോഗിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു സംസ്ഥാനത്തെ മികച്ച രീതിയിൽ സാമ്പത്തിക മാനേജ്മെന്റിലൂടെ എങ്ങനെ കേന്ദ്രം GST ആയിട്ട് ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ മുഴുവൻ നികുതിയും പിരിച്ചുകൊണ്ട് പോയതിനു ശേഷം അത് തിരിച്ചു തരാതെ വൈകിക്കുന്ന സന്ദർഭത്തിലും കൃത്യമായി ധനവിനിയോഗ മാനേജ്മെന്റ് നടത്തി ഇറങ്ങിപ്പോകുന്നതിന് മുന്നോടിയായിട്ട് ക്ഷേമ പെൻഷനുകളും ശമ്പളങ്ങളും DA കുടിശ്ശികകൾ ഉൾപ്പെടെ കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു തീർത്തതിന് ശേഷം 5450 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ കടമെടുപ്പ് എന്നൊരു വ്യാജ പ്രചരണത്തിന്റെ ദുരുദ്ദേശം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇപ്പോ കാണിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ പൊളപ്പും അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മാറ്റിവെച്ച നീക്കിയിരിപ്പിന്റെ മുകളിൽ നിന്നാണ്. അതിനപ്പുറത്തേക്ക് പുതുതായിട്ടുള്ള ധൂർത്തടികൾക്ക് വേണ്ടി 1800 കോടി രൂപ കടമെടുക്കാൻ കൂടി പോവുകയാണ്. ഉള്ള പണം അത് കയറിയ ഉടനെ വീടുകളുടെ മോടി പിടിപ്പിക്കൽ അല്ലെങ്കിൽ മന്ത്രിമന്ദിരങ്ങളുടെ ആഡംബരമാക്കി മാറ്റുന്നതിന് വേണ്ടിയൊക്കെ 4-5 കോടി വിനിയോഗിച്ചതിന് ശേഷം ഇനിയും അതിനകത്ത് മിച്ചമുള്ളപ്പോഴാണ് അടുത്ത കടമെടുപ്പിനെ കുറിച്ച് ആലോചിക്കുന്നത്. അവിടെ നാട്ടുകാർ ആലോചിച്ചോളൂ, ഇതെല്ലാം എത്ര ദിവസം ഷോ കാണിക്കും, അടുത്ത മാസം തൊട്ട് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞോളൂ.